Hi, my dear students. In the previous class, we learned the first paragraph of the chapter, The Race. Once more, I read the first paragraph. Tarun was a mediocre student. His grades could barely satisfy his parents, and he was not a good singer, dancer, painter, or even an actor. He always thought of himself as the black sheep of the family. His elder brother, who was pursuing a degree in engineering from a reputed college, always made the family proud. But Tarun was never good at anything like that. So, I think you are familiar with Tarun. Tarun അറിയാമെന്ന് വിചാരിക്കുന്നു. Who is Tarun? Tarun ആരാണ്? Tarun was a mediocre student. Yes. His grade could barely satisfy his parents. And he was not a good singer, dancer, painter or even an actor. തരുൺ ഒരു ആവറേജ് ആയിട്ടുള്ള സ്റ്റുഡൻ്റ് ആയിരുന്നു. അവനൊരു സിംഗർ അല്ലായിരുന്നു, ഡാൻസർ അല്ലായിരുന്നു, പെയിൻറ്റർ അല്ലായിരുന്നു, ആക്ടർ ഇതൊന്നും അവനക്ക് അറിയില്ലായിരുന്നു. അതേപോലെ തന്നെ അവനെ പറഞ്ഞിരുന്ന പേരെന്തായിരുന്നു? ആസ് ദ ബ്ലാക്ക് ഷീപ്പ് ഓഫ് ദ ഫാമിലി എന്നായിരുന്നു അവന് സ്വന്തം ചിന്തിച്ചിരുന്നത്. His elder brother, who was pursuing a degree in engineering from a reputed college, always made the family proud. But Tarun was never good at anything like that. അവൻ്റെ ജ്യേഷ്ഠൻ നല്ലൊരു കോളേജിൽ പഠിക്കുന്നുണ്ട്. പക്ഷേ തരുൺ ഇതിലൊന്നും നല്ലതാവാൻ തരുൺ എന്ത് ചെയ്തിരുന്നില്ല, കഴിഞ്ഞിരുന്നില്ല. സോ വി ഗോ ത്രൂ ദ സെക്കൻഡ് പാരഗ്രാഫ്. ഇനി സെക്കൻഡ് പാരഗ്രാഫ് നമുക്ക് നോക്കാം. However, he was blessed with the strength of a great athlete. He was an excellent runner. He would run 4 hours, be it day or night. However, എന്താ however എന്ന് പറഞ്ഞാൽ however എങ്ങനെയായാലും he was blessed with the strength of a great athlete. അവനെ ആശീർവദിച്ചിരുന്നു. എന്താണ് blessed means? ആശീർവദിച്ചിരുന്നു. എന്തായാലും എന്ത് തൊട്ടായിരുന്നു അവനെ ആശീർവദിച്ചിരുന്നത്? the strength of a great athlete. അവൻ നല്ലൊരു ശക്തിയുള്ള അല്ലെങ്കിൽ നല്ലൊരു ഗ്രേറ്റ് അത്ലറ്റ് ആയിരുന്നു. അത്ലറ്റ് ആണ് ഓടാൻ അല്ലെങ്കിൽ കായിക ശേഷിയുള്ള ഒരാളെ പറയുന്ന പേരാണ് എന്ത്? അത്ലറ്റ് അല്ലേ? സോ അവൻ നല്ലൊരു അത്ലറ്റ് ആയിരുന്നു. ഹി വാസ് ആൻ എക്സലൻറ്റ് റണ്ണർ. അവൻ നല്ലൊരു എക്സലൻ്റ് എന്ന് പറയുകയാണെങ്കിൽ ഏറ്റവും മികച്ചൊരു ഓട്ടക്കാരനായിരുന്നു. ഹി വുഡ് റൺ 4 hours. അവൻ ഒരുപാട് മണിക്കൂറുകൾ അവന് ഓടും. ബി ഡേ ഓർ നൈറ്റ്. അത് രാത്രിയായാലും വേണ്ടില്ല, പകലായാലും വേണ്ടില്ല, അവൻ നന്നായിട്ട് ഓടും. Whenever he felt sad and lonely, അവനക്ക് എപ്പോഴെങ്കിലും സാഡ് ദുഃഖം വന്നാൽ ആൻഡ് ലോൺലി അവൻ എപ്പോഴെങ്കിലും ഒറ്റക്കായിട്ടുണ്ടെങ്കിൽ he exhausted himself by running. അവൻ എന്താ ചെയ്യുക? എക്സോസ്റ്റഡ് എക്സോസ്റ്റഡിൻ്റെ മീനിങ് ടയേർഡ് എന്നാണ്. അപ്പോൾ അവൻ എന്ത് ചെയ്യും? എപ്പോഴെങ്കിലും അവനക്ക് ദുഃഖം വന്നാലോ അല്ലെങ്കിൽ ലോൺലി ഒറ്റക്കായാലോ അവൻ എന്ത് ചെയ്യും? എക്സോസ്റ്റഡ്. അവൻ ഒറ്റക്ക് പോയി എന്ത് ചെയ്യും? ഓടിയിട്ട് അവൻ എന്ത് ചെയ്യും? എക്സോസ്റ്റഡ് ആവും, ടയേർഡ് ആവും, ക്ഷീണിക്കും. അവൻ ഓടി അവൻ എന്ത് ചെയ്യും? ക്ഷീണിക്കും. ദസ് ഇങ്ങനെയായിരുന്നു റിലീസിങ് എന്ന് പറഞ്ഞാൽ പുറപ്പെടുക്കുക. ആൾ ഹിസ് പെൻഡപ്പ് ഇമോഷൻസ്. അവൻ്റെ അടച്ചു വെച്ചിട്ടുള്ള എല്ലാ ഇമോഷൻസും സങ്കടങ്ങളും വികാരങ്ങളും ഒക്കെ അവൻ എന്ത് ചെയ്തിരുന്നത്? റിലീസ് ചെയ്തിരുന്നത്. റിലീസ് എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് വിട്ടിരുന്നത്. അപ്പോൾ ആരോടും പറയാതെ അവനക്ക് എന്തെങ്കിലും സങ്കടം വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യായിരുന്നു? ഓടുകയായിരുന്നു. പെൻഡപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലോസ്ഡ് എന്നാണ്, അല്ലെങ്കിൽ അടച്ചു വെച്ച എന്നാണ്. ഇമോഷൻസ് എന്ന് പറഞ്ഞാൽ ഫീലിങ്സ്. അറ്റ് ടൈംസ്, ആ സമയങ്ങളിൽ, ഹി വുഡ് മിസ് ഹിസ് സ്കൂൾ ബസ് ആൻഡ് വുഡ് ദെൻ റൺ ടു സ്കൂൾ. എന്താണ് മീനിങ്? ഹി വുഡ് മിസ് ഹിസ് സ്കൂൾ ബസ്. അവനക്ക് എങ്ങാനും സ്കൂൾ ബസ് മിസ്സായിട്ടുണ്ട് എങ്കിൽ വുഡ് ദെൻ റൺ ടു സ്കൂൾ. അവൻ സ്കൂളിലേക്ക് എന്ത് ചെയ്യും? ഓടും. ഇറ്റ് വാസ് 5 miles away ഫ്രം ഹിസ് ഹോം. എത്ര മൈലുണ്ട് അവൻ്റെ വീട്ടിൽ നിന്നും? 5 മൈൽ ദൂരമുണ്ട്. എന്നാലും അവൻ എന്ത് ചെയ്യും? സ്കൂൾ ബസ് മിസ്സായില്ല, അവന് സ്കൂളിലേക്ക് ഓടും. ഒരുപാട് ദൂരമുണ്ട്, 5 മൈൽ ദൂരമൊക്കെ ഉണ്ട്, എന്നാലും അവൻ എന്ത് ചെയ്യും? ഓടും. അവൻ്റെ വീട്ടിൽ നിന്നും സ്കൂളിലേക്ക് ഓടും. ഹി ജസ്റ്റ് ഹാഡ് 1 ഡ്രീം. അവനക്ക് ഒരൊറ്റ ഡ്രീമേ ഉള്ളൂ, ഒരൊറ്റ സ്വപ്നമേ ഉള്ളൂ. ഡ്രീം മീൻസ് സ്വപ്നം എന്നാണ്. ഒറ്റൊരാഗ്രഹമുള്ളൂ ലൈഫിൽ. ടു ബിക്കം ദ ഫാസ്റ്റസ്റ്റ് റണ്ണർ ഇൻ ദ വേൾഡ്. ഈ ലോകത്തിലെ തന്നെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് എന്ന് പറഞ്ഞാൽ സ്പീഡ്,
ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള റണ്ണറാവണം, നല്ലൊരു ഓട്ടക്കാരനാവണം എന്ന് മാത്രമായിരുന്നു അവൻ്റെ ആഗ്രഹം. തരുൺ ഡിഡിൻ നോ ഹൗ ടു അച്ചീവ് ഹിസ് ഡ്രീം. തരുണിന് അറിയില്ല അവൻ്റെ ഈ സ്വപ്നം എങ്ങനെ അച്ചീവ് ചെയ്യണം, എങ്ങനെ നേടണം. അച്ചീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ നേടണം എന്നാണ്, എങ്ങനെ നേടണം എന്നുള്ളത് തരുൺ അറിയില്ല. ഓൺ ദ വൺ ഹാൻഡ്, ഒരു കയ്യിൽ അല്ലെങ്കിൽ ഒരു വശത്ത്, ഹിസ് പാരൻസ് ഹേറ്റഡ് ഹിസ് റണ്ണിങ് ആൻഡ് വാണ്ടഡ് ഹിം ടു കോൺസെൻട്രേറ്റ് മോർ ഓൺ ഹിസ് സ്റ്റഡീസ്. ഒരു വശത്ത് അവൻ്റെ പാരൻസ് എന്താണ് അവൻ്റെ ഹെയ്റ്റ് ചെയ്തിരുന്നു, അവൻ്റെ റണ്ണിങ്. ഹെയ്റ്റ് എന്ന് പറയുകയാണെങ്കിൽ എന്താ, വെറുപ്പായിരുന്നു. അവന് ഈ ഓടുന്നതൊന്നും ആർക്കും ഇഷ്ടമല്ലായിരുന്നു, അവൻ്റെ പാരൻസിന് ഇഷ്ടമല്ലായിരുന്നു. ആൻഡ് വാണ്ടഡ്, അവനോട് ആവശ്യപ്പെടായിരുന്നു എന്ത്, ഹിം ടു കോൺസെൻട്രേറ്റ് മോർ ഓൺ ഹിസ് സ്റ്റഡീസ്. എന്ത് ചെയ്യുന്നു, ആവശ്യപ്പെട്ടിരുന്നത് അവൻ്റെ പാരൻസ് സ്റ്റഡീസ്, അവൻ്റെ പഠിത്തത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക, ഏറ്റവും കൂടുതൽ ശ്രദ്ധ നീ എന്തിൽ ചെലുത്തണമെന്നായിരുന്നു പാരൻസ് പറഞ്ഞിരുന്നത്, നീ പഠിക്കുക എന്നുള്ളതായിരുന്നു പാരൻസ് പറഞ്ഞിരുന്നത്. വിച്ച് ഹി നെവർ ഡിഡ്, അവനക്കതെല്ലാം എന്തെല്ലായിരുന്നു ഇഷ്ടമല്ലായിരുന്നു, അവൻ ഒരിക്കലും അത് ചെയ്തിട്ടില്ല എന്നല്ല, പഠിക്കാൻ കഴിവുണ്ടായിരുന്നില്ല, അതുകൊണ്ട് അവൻ എന്ത് ചെയ്തിരുന്നില്ല, പഠിച്ചും ചെയ്തിരുന്നില്ല. ഓൺ ദ അതർ ഹാൻഡ്, മറ്റൊരു വശത്ത്, ഹി ബിലോങ് ടു എ മിഡിൽ ക്ലാസ് ഫാമിലി. അവന് ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിലായിരുന്നു അവന് ജനിച്ചിരുന്നത്. മിഡിൽ ക്ലാസ് എന്ന് പറഞ്ഞെങ്കിൽ എന്താണ്, ഹൈ ക്ലാസ് ഫാമിലി അല്ല, ലോ ക്ലാസ് അല്ല, ഒരു സാധാരണ കുടുംബത്തിൽ, ഒരു മധ്യ കുടുംബത്തിലായിരുന്നു അവൻ എന്ത് ചെയ്തിരുന്നത്, ജനിച്ചിരുന്നത്. ആൻഡ് തരുൺ ന്യൂ ദാറ്റ്, അതുകൊണ്ട് തന്നെ തരുണിനറിയാം, ടു അച്ചീവ് ഹിസ് ഡ്രീം ഹി നീഡഡ് ആൻ ഇൻറ്റൻസീവ് ട്രെയിനിങ്. തരുണിനറിയാം എന്ത്, അവൻ്റെ ഡ്രീം നേടണമെന്നുണ്ടെങ്കിൽ, അവൻ്റെ സ്വപ്നം നേടണം എന്നുണ്ട് എങ്കിൽ, ഹി നീഡഡ് ആൻ ഇൻറ്റൻസീവ് ട്രെയിനിങ്. എന്ത് വേണം അവൾക്ക്, എന്ത് അത്യാവശ്യമായിരുന്നു അവൾക്ക്, ഒരു ഇൻറ്റൻസീവ്, അഗാധമായിട്ട് അല്ലെങ്കിൽ തീവ്രമായിട്ടുള്ള ഒരു ട്രെയിനിങ് അത്യാവശ്യമായിരുന്നു. തീവ്രമായിട്ടുള്ളൊരു ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ പരിശീലനം ആവശ്യമുണ്ടായിരുന്നു. ദ എമൗണ്ട് ഫോർ വിച്ച് വാസ് വെൽ ബിയോണ്ട് ഹിസ് ഫാമിലീസ് റീച്ച്. ഈ ട്രെയിനിങ്ങിനൊക്കെ ഒരുപാട് പൈസ ആവശ്യമുണ്ടാവില്ലേ, അപ്പോൾ ട്രെയിനിങ്ങിന് പോകേണ്ട ഈ എമൗണ്ട് എന്താണ്, പരിശീലനത്തിന് ഒരുപാട് ക്യാഷ് ആവശ്യമുണ്ട്. അത് അവൻ്റെ ഫാമിലിക്ക് എന്താണ്, ഫാമിലിക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തതായിരുന്നു. അതുകൊണ്ട് തന്നെ രണ്ട് പ്രശ്നമുണ്ട്. ഒന്ന് എന്താണ്, ഒരു വശത്ത് അവൻ്റെ പാരൻസിന് ഇഷ്ടമല്ല, ഒരു വശത്ത് അവനൊരു മിഡിൽ ക്ലാസ് ഫാമിലി ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ട്രെയിനിങ്ങിന് പോകണമെന്നുണ്ടെങ്കിൽ ഒരുപാട് എമൗണ്ട് ആവശ്യമുണ്ട്, അത് അവൻ്റെ പാരൻസിൻ്റെ കയ്യിൽ ഇല്ല എന്നുള്ളതും കൂടെയാണ്. When Tarun failed in his terminal examinations, his father was very angry with him. His friends too made fun of him. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം, when Tarun failed in his terminal examination, അവൻ്റെ terminal examinations എന്ന് പറഞ്ഞെങ്കിൽ അവസാന എക്സാമിനേഷൻസിൽ അവൻ എന്തായിപ്പോയി, ഹി വാസ് ഫെയിൽഡ്, അവനെ തോറ്റുപോയി. ഹിസ് ഫാദർ വാസ് വെരി ആംഗ്രി വിത്ത് ഹിം. അവൻ്റെ അച്ഛൻ എന്തായി, അവനോട് വളരെയധികം ആംഗ്രി, ദേഷ്യപ്പെട്ടു. ഹിസ് ഫ്രണ്ട്സ് ടു മെയ്ഡ് ഫൺ ഓഫ് ഹിം. അവൻ്റെ ഫ്രണ്ട്സും അവനെ വല്ലാതെ എന്താക്കി, കളിയാക്കി. ഇറ്റ് വാസ് എ ഡേ, അന്നത്തെ ദിവസം, ഹി വാസ് വാണ്ടഡ് ടു വൈപ്പ് ഔട്ട് ഫ്രം ഹിസ് മെമ്മറി. അന്നത്തെ ആ ദിവസം അവൻ്റെ മെമ്മറിയിൽ നിന്നും അവന് തുടച്ച് കളയാൻ തീരുമാനിച്ചു. ആൻഡ് സോ ഹി ടുക്ക് ടു റണ്ണിങ്. നമുക്കറിയാം, പറഞ്ഞിട്ടുണ്ടായിരുന്നു, തരുൺ എന്തെങ്കിലും സങ്കടം വന്നാൽ എന്താ ചെയ്യുക, ഹി വാസ് റണ്ണിങ് അല്ലേ, അവൻ എന്ത് ചെയ്യും, ഓടും. അതേപോലെ തന്നെ അന്നത്തെ ദിവസം അവൻ എന്ത് ചെയ്തു, അവനക്ക് വളരെ വിഷമമുണ്ട്. സോ ഹി ടുക്ക് റണ്ണിങ്, അവൻ എന്ത് ചെയ്യാൻ തുടങ്ങി, ഓടാൻ തുടങ്ങി. ഹി റൺ ഓൾ അറൗണ്ട് ദ പാർക്ക്. അവൻ എന്ത് ചെയ്യാൻ തുടങ്ങി, ആ പാർക്ക് മൊത്തം അവൻ ഓടാൻ തുടങ്ങി. ദ സൺ ബീറ്റ് ഡൗൺ ടു ചെക്ക് ഹിസ് റേജ് ബട്ട് നത്തിങ് കുഡ് സ്റ്റോപ്പ് തരുൺ. എന്താ ചെയ്യുക, സണ്ണ്, നമ്മുടെ സൂര്യൻ ബീറ്റ് ഡൗൺ എന്ന് പറഞ്ഞാൽ ജ്വലിക്കാൻ തുടങ്ങി. ടു ചെക്ക് ഹിസ് റേജ്, അവൻ്റെ ഉത്സാഹം എങ്ങനെയുണ്ട് എന്ന് നോക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞാൽ നമ്മുടെ ഉത്സാഹം നോക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്, സണ്ണ് നല്ല എന്താ ചെയ്യുക, നല്ല വെയിലുള്ള ദിവസമാണ്. ബട്ട് തരുൺ കുഡ് സ്റ്റോപ്പ്, ബട്ട് നത്തിങ് കുഡ് സ്റ്റോപ്പ് തരുൺ. പക്ഷേ ഇതൊന്നും തരുൺ എന്താക്കിയില്ല, തരുണിൻ്റെ ഓട്ടം നിർത്തിയില്ല. ആഫ്റ്റർ അബൌട്ട് ആൻ ഹവർ, ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ, ഹി വാസ് ഫുള്ളി എക്സോസ്റ്റഡ്, അവൻ വളരെയധികം ക്ഷീണിതനായി. ആൻഡ് ഹിസ് ഫ്യൂറി, അവൻ്റെ കോപം, ഫ്യൂറി മീൻസ് കോപം എന്നാണ്, അവൻ്റെ ദേഷ്യം. ഹാവിങ് സബ്സൈഡഡ് എന്ന് പറഞ്ഞെങ്കിൽ കുറഞ്ഞു, സാവധാനം. ഒരുപാട് ഓടിക്കഴിഞ്ഞപ്പോൾ അവൻ്റെ കോപമൊക്കെ എന്തായി, ആംഗ്രിയൊക്കെ എന്തായി ഒന്ന് കുറഞ്ഞു. ഹി ത്രൂ ഹിംസെൽഫ് ഓൺ എ ബെഞ്ച്. ഹി ത്രൂ
എന്ന് പറഞ്ഞാൽ എറിയുക എന്നല്ല. അവനെ തൻ്റെ ഒരു ബെഞ്ചിലിരുന്നു. ആൻഡ് സ്റ്റാർട്ടഡ് പാൻറ്റിങ് ഹെവിലി. അവൻ സ്വന്തം എന്ത് ചെയ്യാൻ തുടങ്ങി? അവൻ ദീർഘമായി, പാൻറ്റിങ് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുക അല്ലെങ്കിൽ നന്നായിട്ട് വേർപെടുക എന്നൊക്കെയാണ്. സോ യു റീഡ് ദ പാരഗ്രാഫ് വൺസ് മോർ. ഒരിക്കൽ കൂടി നിങ്ങൾ എന്ത് ചെയ്യണം? പാരഗ്രാഫ് വായിക്കാം. So let us go through the next page. Suddenly he heard a voice at his elbow. "What is it, son?" Tarun turned to his left and there sat a man of about 60. Suddenly, പെട്ടെന്ന്, he heard a voice at his elbow. അവൻ്റെ കൈമുട്ടിനരികെ ഒരു വോയിസ് കേട്ടു. അവൻ്റെ അടുത്തൊരു വോയിസ് കേട്ടു. അവന് വോയിസ് മീൻസ് ശബ്ദം കേട്ടു. "What is it, son?" എന്താണ് മകനെ എന്ന് ചോദിച്ചുകൊണ്ട് ഒരാളുടെ ശബ്ദം. എന്താ കുട്ടി എന്ന് ചോദിച്ചുകൊണ്ട്. തരുൺ ടേൺ ടു ഹിസ് ലെഫ്റ്റ്. തരുൺ ഇടത് ഭാഗത്തേക്ക് തിരിഞ്ഞു. ദർ സാറ്റ് എ മാൻ ഓഫ് അബൌട്ട് 60. 60 വയസ്സ് തോന്നിക്കുന്ന ഒരു മനുഷ്യൻ അവൻ്റെ അടുത്ത് ഇരിക്കുന്നുണ്ടായിരുന്നു. തരുൺ പറഞ്ഞു, "ഐ ഫെയിൽഡ് ഇൻ 2 സബ്ജക്റ്റ്." ഞാൻ 2 വിഷയത്തിൽ എന്തായി? തോറ്റുപോയി. ഹി റിപ്ലൈഡ് ഇൻ എ ഡിപ്രസ്ഡ് ടോൺ. അവൻ എങ്ങനെയാണ് അത് പറഞ്ഞത്? വളരെ സങ്കടത്തോടു കൂടിയിട്ടായിരുന്നു അവനത് പറഞ്ഞിരുന്നത്. ഡിപ്രസ്ഡ് മീൻസ് സാഡ്. ദ മാൻ സ്മൈൽഡ് സിമ്പത്തറ്റിക്കലി ആൻഡ് സെഡ്. വളരെ സ്നേഹത്തോടു കൂടി. സിമ്പത്തറ്റിക്കലി മീൻസ് സാനുകമ്പ അല്ലെങ്കിൽ അനുകമ്പ എന്നൊക്കെ പറയും. വളരെ സ്നേഹത്തോടു കൂടി അവനോട് പറഞ്ഞു, "ലൈഫ് ഈസ് ഫുൾ ഓഫ് അപ്സ് ആൻഡ് ഡൗൺസ്." ജീവിതം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഫുൾ ഓഫ് അപ്പ് ആൻഡ് ഡൗൺസ്. വളരെ ഒരുപാട് ഉയർച്ചകളും താഴ്ചകളും ഉള്ളതാണ് ജീവിതം എന്ന് പറഞ്ഞാൽ. മൈ ബോയ്, എൻ്റെ മകനെ, എൻ്റെ കുട്ടിയെ. ബൈ ദ വേ, ഐ ആം രാംനാരായൺ. എന്തായാലും വേണ്ടില്ല, ഞാൻ ആരാണെന്നറിയോ? ഐ ആം രാംനാരായൺ. ഞാൻ രാംനാരായണാണ്. യു ആർ വൺ ഓഫ് ദ ബെസ്റ്റ് റണ്ണേഴ്സ് ഐ ഹാവ് എവർ സീൻ. അദ്ദേഹം പറയാണ്, യു ആർ വൺ ഓഫ് ദ ബെസ്റ്റ് റണ്ണേഴ്സ്. നീ നല്ല ഓട്ടക്കാരനാണല്ലോ. ഐ ഹാവ് എവർ സീൻ. ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല ബെസ്റ്റ് റണ്ണറാണല്ലോ നീ. അപ്പോൾ നമ്മുടെ തരുൺ, രാംനാരായണനോ? രാംനാരായൺ? വിശ്വസിക്കാൻ പറ്റാത്ത പോലെ അവൻ ചോദിക്കുകയാണ്. ആർ യു ദ സെയിം രാംനാരായൺ ഹു വോൺ ആൻ ഒളിമ്പിക് മെഡൽ ഇൻ ദ 400 meter റേസ് ഇൻ ദ 1960s? 1960s ഒളിമ്പിക് മെഡൽ നേടിയ 400 മീറ്റർ റേസിൽ ഒളിമ്പിക് മെഡൽ നേടിയ രാംനാരായണ ആണോ നിങ്ങൾ എന്ന് ചോദിക്കും. തരുൺ കുഡ് നോട്ട് ഹൈഡ് ഹിസ് എക്സൈറ്റ്മെൻറ്റ്. തരുണിന് തൻ്റെ ആവേശം മറച്ചു വെക്കാൻ കഴിഞ്ഞില്ല. യെസ്, പാറ്റ് കെയിം ദ റിപ്ലൈ. പാറ്റ് എന്ന് പറഞ്ഞാൽ പുറത്തൊരു തട്ട് കൂട്ടിക്കൊണ്ട് പറഞ്ഞു, യെസ്, ഞാൻ തന്നെയാണ്, ആ രാംനാരായൺ തന്നെയാണ് ഞാൻ. തരുൺ വാസ് ഡാസിൽഡ്. തരുൺ വിസ്മയം കൊണ്ട് അവൻ്റെ കണ്ണ് തള്ളിപ്പോയി. ഡാസിൽഡ് പറഞ്ഞാൽ വിസ്മയിച്ചു. സൺ, ഐ ഹാവ് ബീൻ വാച്ചിങ് യു ഫോർ ദ പാസ്റ്റ് 45 minutes. സൺ, നിന്നെ ഞാൻ കഴിഞ്ഞ 45 മിനിറ്റായി, കഴിഞ്ഞ 3/4 മണിക്കൂറായി ഞാൻ എന്നെ തന്നെ എന്ത് ചെയ്യുമായിരുന്നു? വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, എന്നെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു. കണ്ടിന്യൂഡ് രാംനാരായൺ തുടർന്നു. ആൻഡ് ഐ സീ എ ഗുഡ് ഫ്യൂച്ചർ ഇൻ യു. ഞാൻ എന്നിൽ നല്ലൊരു ഭാവി കാണുന്നു എന്ന് പറഞ്ഞു. സോ ഇറ്റ്സ് ആൾ അബൌട്ട് ദ പാരഗ്രാഫ്. യു റീഡ് ദ പാരഗ്രാഫ് വൺസ് മോർ. ഒരിക്കൽ കൂടി നിങ്ങൾ എന്ത് ചെയ്യണം? പാരഗ്രാഫ് വായിക്കാം. ഫൈൻഡ് ഔട്ട് ദ ടഫ് വേർഡ്സ് ആൻഡ് മീനിങ്സ്. അതിൻ്റെ മീനിങ്സും വേർഡ്സും നിങ്ങൾ എന്ത് ചെയ്യണം? ടഫായിട്ടുള്ള വേർഡ്സും മീനിങ്സും ഒക്കെ നോട്ട്ബുക്കിൽ എഴുതിയിട്ട് വയ്ക്കണം. തരുൺ കുഡ് നോട്ട് ഹെൽപ്പ് ബട്ട് ബ്ലഷ്. തരുണിന് ഇത് കേട്ടപ്പോൾ, നീ നല്ലൊരു ഓട്ടക്കാരനാവും, നിൻ്റെ ജീവിതത്തിൽ ഭാവിയിൽ നീ നല്ലൊരാളാവും, നല്ലൊരു ഓട്ടക്കാരനാവും എന്ന് പറഞ്ഞു കേട്ടപ്പോൾ തരുണിന് കുഡ് നോട്ട് ഹെൽപ്പ് ബട്ട് ബ്ലഷ്. ബ്ലഷ് മീൻസ് മുഖം ചുവക്കുക എന്നാണ് അർത്ഥം. തരുണിനൊന്നും പറയാൻ കഴിഞ്ഞില്ല. അവൾക്ക് സഹായിക്കാൻ കഴിഞ്ഞില്ല എന്നല്ല, അവൻ എന്ത് ചെയ്യാന്നില്ല, അവൾക്ക് അങ്ങോട്ടൊന്നും എന്ത് ചെയ്യാൻ പറ്റിയില്ല, പറയാൻ കഴിഞ്ഞില്ല. All you need to do is keep that passion burning in you and never give up. Have you joined some training school? The man inquired.
നമ്മുടെ രാംനാരായൺ ചോദിക്കുകയാണ്, പറയാണ്, ആർ യു നീഡ് ടു ഡു, നീ എന്ത് ചെയ്യണം, ഇസ് കീപ് ദാറ്റ് പാഷൻ ബേണിങ് ഇൻ യു, നിന്നിൽ കത്തുന്ന ആ അതിയായ താല്പര്യം, നെവർ ഗീവ് അപ്പ്, നീ ഒരിക്കലും അതെന്ത് ചെയ്യരുത്, ഉപേക്ഷിക്കരുത്. നിന്നിലുള്ള ഈ ഒരു കഴിവ്, അവൻ്റെ പാഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അവൻ്റെ അത്ലറ്റിക് നല്ലൊരു ഫാസ്റ്റസ്റ്റ് റണ്ണറാണല്ലേ അവൻ്റെ ഈ കഴിവ് ഒരിക്കലും നീ എന്ത് ചെയ്യരുത്, ഉപേക്ഷിച്ച് കളയരുത്. എന്നിട്ട് ചോദിക്കുകയാണ് രാംനാരായൺ, ഹാവ് യു ജോയിൻഡ് സം ട്രെയിനിങ് സ്കൂൾ, നീ വല്ല ട്രെയിനിങ് സ്കൂളിലും പരിശീലനത്തിൻ്റെ സ്കൂളിൽ ഏതെങ്കിലും നീ ജോയിൻ ചെയ്തിട്ടുണ്ടോ, സ്കൂൾ ചേർന്നിട്ടുണ്ടോ? ദ മാൻ അന്വേഷിച്ചു. എൻക്വയർഡ് മീൻസ് അന്വേഷിക്കുക എന്നാണ്. ഇത് കേട്ടപ്പോൾ തരുൺസ് സ്മൈൽ ഫെയ്ഡഡ്, അവൻ്റെ ആ ചിരി മങ്ങി. ഫെയ്ഡ് മീൻസ് മങ്ങുക എന്നാണ്. ആൻഡ് ഹീ സീംഡ് ഡിസ്ട്രോട്ട്, അവനക്ക് വളരെ ടെൻഷനുള്ളതായിട്ട് തോന്നി. ഡിസ്ട്രോട്ട് മീൻസ് ടെൻഷനാണ്, ദുഃഖമുള്ളതായി തോന്നി. എ ട്രെയിനിങ് സ്കൂൾ ഇസ് വെരി എക്സ്പെൻസീവ് സർ ആൻഡ് ഐ ആം എംപ്ലോയിഡ് സെഡ് തരുൺ ഇതിന് ഉത്തരം കൊടുക്കുകയാണ്. ട്രെയിനിങ് സ്കൂൾ ഒക്കെ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇസ് വെരി എക്സ്പെൻസീവ്, വളരെ ക്യാഷ് ഉള്ളതല്ലേ, എക്സ്പെൻസീവ് എന്ന് പറഞ്ഞാൽ മൂല്യമുള്ളതല്ലേ, അതിനൊക്കെ നല്ല ക്യാഷ് വേണ്ടേ സാറേ. ആൻഡ് ഐ ആം അൺഎംപ്ലോയിഡ്, എനിക്ക് പണിയില്ലേനും സെഡ് തരുണ്. അത് എനിക്ക് പണിയില്ല എന്നുള്ളത് അവനെന്താണ് വളരെ ഒരു ജോക്കായ രീതിയിൽ ഇതാണ് പറഞ്ഞതാണ്. ഫീലിംഗ് ഹാപ്പി ദാറ്റ് ഹീ കുഡ് ജോക്ക് ഈവൻ ഇൻ ദീസ് സർക്കംസ്റ്റൻസസ്, അവന് സന്തോഷമുള്ളതായി തോന്നി. ഹീ കുഡ് ജോക്ക്, അവന് ജോക്ക് പറയുകയാണ്. ഈ ഒരു സന്ദർഭത്തിൽ അവനക്ക് വിഷമമുണ്ടെങ്കിലും അവൻ എന്ത് ചെയ്യാണ്, ഈ സാഹചര്യങ്ങളിലൊക്കെ ഈവൻ ഇൻ ദീസ് സർക്കംസ്റ്റൻസസ് എന്ന് പറഞ്ഞാൽ സാഹചര്യം എന്നാണ്. ഈ സാഹചര്യത്തിലും അവനക്ക് സങ്കടമുണ്ട് എങ്കിലും അവനത് പ്രകടിപ്പിക്കാതെ, എനിക്ക് പണിയില്ലല്ലോ, എൻ്റെ അടുത്ത് ക്യാഷ് ഇല്ലല്ലോ എന്ന അർത്ഥത്തിൽ അവൻ എന്ത് ചെയ്യാണ്, അതൊക്കെ വളരെ എക്സ്പെൻസീവ് അല്ലേ സാറേ എന്ന് പറയുകയാണ്. ബട്ട് രാംനാരായൺ സീംഡ് പ്രറ്റി സീരിയസ്, പക്ഷേ രാംനാരായൺ വളരെ സീരിയസ് ആയിരുന്നു. സീരിയസ് എന്ന് പറഞ്ഞാൽ ഗൗരവത്തോടെ പറയാണ്. ഐ വിൽ ട്രെയിൻ യു, നിന്നെ ഞാൻ എന്ത് ചെയ്തോളാം, ട്രെയിൻ ചെയ്തോളാം. ഇഫ് യു വാണ്ട്, നിനക്ക് ആവശ്യമുണ്ടെങ്കിൽ. ബട്ട് ഐ പുട്ട് ഫോർവേഡ് എ കണ്ടീഷൻ, പക്ഷേ ഞാനൊരു കണ്ടീഷൻ വയ്ക്കും. വാട്ട് ഈസ് യുവർ കണ്ടീഷൻ, എന്താണ് സാറുടെ കണ്ടീഷൻ? കണ്ടീഷൻ എൻ്റെ ഒരു ഞാൻ പറയുന്ന കാര്യം നീ അനുസരിക്കണം എന്നുള്ളതാണ്. വാട്ട് ഈസ് യുവർ കണ്ടീഷൻ, എന്താണ് എൻ്റെ കണ്ടീഷൻ? തരുൺസ് വോയിസ് ഷോഡ് ക്യൂരിയോസിറ്റി ആൻഡ് ആൻസൈറ്റി. തരുണിൻ്റെ വോയിസിൽ എന്താ സാറിൻ്റെ കണ്ടീഷൻ എന്താ എന്ന് ചോദിക്കുന്നത്. എങ്ങനെയാണ് ചോദിക്കുന്നത്? ക്യൂരിയോസിറ്റി, ജിജ്ഞാസയോട് കൂടിയും, ആൻഡ് ആങ്സൈറ്റി, വളരെ ആകാംക്ഷയോട് കൂടിയിട്ടാണ്. സാറിനിപ്പോൾ എന്താ പറയാൻ പോകുന്നത് എന്നുള്ള രീതിയിലാണ് ചോദിക്കുന്നത്. There's a race on Children's Day at the നെഹ്റു സ്റ്റേഡിയം. അപ്പോൾ രാംനാരായൺ പറയും, നെഹ്റു സ്റ്റേഡിയത്തിൽ വെച്ച് ചിൽഡ്രൻസ് ഡേയിൽ ഒരു റേസ് ഉണ്ട്, ഒരു മത്സരമുണ്ട്. ചിൽഡ്രൻ ഓഫ് യുവർ ഏജ് ആർ കോമ്പറ്റിങ് ദർ. അന്നത്തെ ദിവസം നിൻ്റെ ഈ ഏജിലുള്ള കുട്ടികളാണ് അവിടെ എന്ത് ചെയ്യുന്നത്, കോമ്പറ്റിങ്, മത്സരിക്കാൻ വരുന്നത്. ഇഫ് യു പാർട്ടിസിപ്പേറ്റ്, നീ അതിൽ പങ്കെടുത്താൽ, വിൻ ദാറ്റ് റേസ്, നീ ആ മത്സരത്തിൽ നീ ജയിച്ചാൽ, ഐ പ്രോമിസ്, ഞാൻ നിനക്ക് ഉറപ്പ് തരുന്നു, ഐ വിൽ സ്റ്റാർട്ട് ട്രെയിനിങ് യു. നിനക്ക് ഞാൻ എന്തായാലും നീ ആ മത്സരത്തിൽ ജയിച്ചാൽ നിനക്ക് എന്തായാലും ഞാൻ എന്ത് തരും, നിനക്ക് ട്രെയിനിങ് തരുമെന്ന് ഞാൻ എന്ത് ചെയ്യാൻ, നിന്നെ പ്രോമിസ് ചെയ്യാൻ, നിനക്ക് ഉറപ്പ് തരാം സെഡ് രാംനാരായണ പറഞ്ഞു. ദാറ്റ് ഈസ് നോ ബിഗ് ഡീൽ, ഐ ക്യാൻ ഡു ഇറ്റ്, ക്യാൻ ഐ തോട്ട് തരുൺ. അപ്പോൾ തരുൺ വിചാരിക്കുകയാണ്, സ്വന്തം പറയാണ്, ദാറ്റ്സ് നോ ബിഗ് ഡീൽ, അത് വലിയ ഇടപാടൊന്നുമില്ലല്ലോ. ഐ ക്യാൻ ഡു ഇറ്റ്, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, എനിക്ക് ചെയ്യാൻ കഴിയും. ക്യാൻ ഐ, പറ്റൂലേ, എനിക്ക് കഴിയും. തോട്ട് തരുണ് സ്വന്തം ചിന്തിക്കുകയാണ്. ഐ വിൽ സർ, എനിക്ക് പറ്റും സാറേ. ഹി ഹേർഡ് ഹിംസെൽഫ് സെയിങ് വിത്ത് കംപ്ലീറ്റ് കൺവിക്ഷൻ. വളരെ ദൃഢവിശ്വാസത്തോട് കൂടിയിട്ടാണ് അവൻ അതെന്ത് ചെയ്തത്, പറഞ്ഞത്. കൺവിക്ഷൻ എന്ന് പറഞ്ഞാൽ ദൃഢവിശ്വാസം എന്നാണ്. ഫൈൻ ബോയ്, ഇറ്റ്സ് മൈ ജോബ് ടു ഗെറ്റ് യു എൻട്രി ഇൻ ദ റേസ്. ഓ നന്നായി, ഇറ്റ്സ് മൈ ജോബ്, ഇതെൻ്റെ പണിയാണ്. ടു ഗെറ്റ് യു എൻട്രി ഇൻ ദ റേസ്, ആ മത്സരത്തിലേക്ക് ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരും, ഒരു എൻട്രി, ഒരു പാസിന് എനിക്ക് തരിക എന്നുള്ളത് എന്ത് ചെയ്യാണ്, അതെൻ്റെ പണിയാണ്. റിമെമ്പർ, പക്ഷേ ഓർക്കണം, യുവേഴ്സ് ടു വിൻ ഇറ്റ്, നീ അതിൽ എന്ത് ചെയ്യണം, വിൻ ചെയ്യണം, നീ അതിൽ ജയിക്കണം. ടെൽ മീ വാട്ട്സ് യുവർ നെയിം, പറയൂ, എന്താ നിൻ്റെ പേരെന്താ? ആസ്ക്ഡ് രാംനാരായൺ ചോദിച്ചു. തരുൺ കപൂർ സർ. എന്താണ്? തരുൺ കപൂറാണ് എൻ്റെ പേര് സാറ്. തരുൺ, ഐ വിൽ മീറ്റ് യു ഹിയർ ആഫ്റ്റർ 5 days ടു ഗീവ് യു യുവർ
പാർട്ടിസിപ്പിക്കേഷൻ കാർഡ്. ആൾ ദ ബെസ്റ്റ്. അങ്ങനെ നമ്മുടെ രാംനാരായൺ പറയാണ്, തരുണേ, ഐ വിൽ മീറ്റ് യു, ഞാൻ നിന്നെ കണ്ടുമുട്ടും, ഹിയർ ആഫ്റ്റർ 5 days, ഇന്ന് തൊട്ട് 5-ാം ദിവസം 5 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ എന്നെ ഇവിടെ കണ്ടുമുട്ടും. എന്തിനു വേണ്ടിയിട്ട്? ടു ഗീവ് യു യുവർ പാർട്ടിസിപ്പിക്കേഷൻ കാർഡ്, നിൻ്റെ പങ്കെടുക്കാനുള്ള ആ ഒരു കാർഡ്, ID കാർഡുമായിട്ട് ഞാൻ എന്ത് ചെയ്യും, ഇവിടെ ഇരുന്നതാണ്. ആൾ ദ ബെസ്റ്റ് പറയും, സെഡ് രാംനാരായൺ ആൻഡ് ലെഫ്റ്റ്. രാംനാരായൺ ഇത് പറഞ്ഞുകൊണ്ട് പോയി. ഓൺ ദ വേ ഹോം, Tarun thought that if his father had not scolded him, he wouldn't have got this opportunity. അങ്ങനെ തരുൺ തൻ്റെ വീട്ടിലേക്ക് നടക്കുന്ന സമയം തരുൺ ഓർക്കുകയാണ്. ഓർത്തുകൊണ്ട് നടക്കുകയാണ്. ദാറ്റ് if his father had not scolded him, എൻ്റെ അച്ഛൻ ഇന്ന് എന്നെ ചീത്ത പറഞ്ഞിട്ടില്ലായിരുന്നുവെങ്കിൽ, സബ്ജക്റ്റിലൊക്കെ എക്സാമിൽ തോറ്റതിന് എന്നെ അച്ഛൻ ചീത്ത പറഞ്ഞിട്ടില്ലായിരുന്നുവെങ്കിൽ, എന്താണ്, അച്ഛൻ ചീത്ത പറഞ്ഞുകൊണ്ടാണ് ഞാനിവിടെ ഓടാൻ വന്നത്. അതുകൊണ്ടാണ് എനിക്ക് ആരെ കണ്ടുമുട്ടാൻ പറ്റിയത്? രാംനാരായണനെ കണ്ടുമുട്ടാൻ പറ്റിയത് അല്ലേ? അപ്പോൾ അവനെ പറയാണ്, അച്ഛൻ എന്നെ സ്കോൾഡ് മീൻസ് ചീത്ത വിളിക്കുക എന്നാണ്. ചീത്ത വിളിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ ഹി വുഡിൻ ഹാവ് ഗോട്ട് ദിസ് ഓപ്പർച്യൂണിറ്റി, എനിക്ക് ഒരിക്കലും ഇങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു അവസരം എനിക്ക് എൻ്റെ ജീവിതത്തിൽ കിട്ടില്ലായിരുന്നു. അപ്പോൾ അതിൽ അവന് സന്തോഷിക്കുക. അച്ഛൻ ചീത്ത പറഞ്ഞുകൊണ്ടാണ് എനിക്ക് അങ്ങനെ ഒരു അവസരം കിട്ടിയത്, വലിയൊരു ട്രെയിനറിൻ്റെ കീഴിൽ എനിക്ക് ഇതിനെ പറ്റിയതൊക്കെ അവനങ്ങ് ചിന്തിക്കുക. ദ നെക്സ്റ്റ് ഡേ ആണ്, പിറ്റേ ദിവസം, ബ്രോട്ട് എ ന്യൂ റോഡ് ഓഫ് ഹോപ്പ്. റേ എന്ന് പറഞ്ഞാൽ രശ്മി എന്നാണ്. വളരെ പ്രതീക്ഷകളോടുകൂടി പിറ്റേ ദിവസം വന്നെത്തി. തരുൺ ഗോട്ട് അപ്പ് ഏർലി, തരുൺ വളരെ രാവിലെ എണീറ്റു. ആൻഡ് ഹാഡ് മിൽക്ക്, അവൻ്റെ പാൽ കുടിച്ചു. ആൻഡ് ബിഫോർ ഹിസ് മദർ കുഡ് ഫിനിഷ് ഹെർ ക്വയറി, മദർ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നതിന് മുമ്പേ ഹി വാസ് അപ് ടു, അവൻ അവിടെ നിന്ന് എണീറ്റു. ആൻഡ് ഹി റാൻ ഔട്ട്, അവൻ എന്ത് ചെയ്തു, അവൻ പുറത്തേക്ക് ഓടി. ആൻഡ് വെൻറ്റ് ടു ദ നെഹ്റു സ്റ്റേഡിയം ടു ചെക്ക് ദ ഡീറ്റെയിൽസ് ഓഫ് ദ റേസ്. അവൻ എന്ത് ചെയ്തു, അവൻ ഓടി, അവൻ എണീറ്റു, എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്തു. അമ്മ എന്തെങ്കിലുമൊക്കെ അന്വേഷിക്കുന്നതിന് മുമ്പ്, എന്തിനാണ് പോകുന്നതൊക്കെ അന്വേഷിക്കുന്നതിന് മുമ്പ് അവൻ എന്ത് ചെയ്തു, അവൻ അവിടെ നിന്ന് ഓടി. ആൻഡ് വെൻറ്റ് ടു ദ നെഹ്റു സ്റ്റേഡിയം ടു ചെക്ക് ദ ഡീറ്റെയിൽസ് ഓഫ് ദ റേസ്. എന്താണ് ആ മത്സരത്തിൻ്റെ ഡീറ്റെയിൽസൊക്കെ എന്തൊക്കെയാണ് എന്നറിയാൻ വേണ്ടി നെഹ്റു സ്റ്റേഡിയത്തിലെത്തി. ഹി വാസ് വെരി ഹാപ്പി ഇൻഡീഡ്, തീർച്ചയായും അവൻ വളരെയധികം സന്തോഷവാനായിരുന്നു.